ഈ പവർ ഗ്രൂപ്പ് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനതിനെ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് ഞാൻ തള്ളി പറയില്ല. കാരണം ഇവിടെ ഇന്ന നടി മതി, ഇന്ന പിന്നെ ക്യാമറാമാൻ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ആക്ടർക്ക് അത് പറയാനുള്ള യാതൊരു അവകാശവുമില്ല. ഒരു ആക്ടറാണെങ്കിലും ഫീമെയിൽ ഓർ മെയിൽ ആരാണെങ്കിലും അത് തീരുമാനിക്കേണ്ട സംവിധായകനും നിർമ്മാതാവും മാത്രമാണ്. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും പ്രോഡക്റ്റാണ്, അല്ലാതെ നടൻ്റെയും നടിയുടെയും പ്രോഡക്റ്റൊന്നും അല്ല ഒരു സിനിമ. അപ്പോൾ അതുകൊണ്ട് അതിൽ ആരാണ് എൻ്റെ കഥാപാത്രത്തിന് ഇന്ന നായികയാണ് മാച്ചിങ് എന്ന് പറയേണ്ടത് ഒരു സംവിധായകനാണ്. അവിടെ നിർമ്മാതാവിന് പോലും സ്പേസ് ഇല്ല. ആ സംവിധായകനും കഥാകൃത്തും കൂടി ഇരുന്നിട്ടാണ് അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ പിന്നെ സംസാര രീതി, അവരുടെ അഭിനയ ശേഷി ഇതെല്ലാം നോക്കി തീരുമാനിക്കേണ്ട സംവിധായകനാണ്. പക്ഷെ ഇവിടെ കുറേ കാലങ്ങളായിട്ട് അതല്ലല്ലോ നടക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ഈ പറയുന്ന മാതിരി ഇന്ന ആളുകൾ മതി, എന്തിന് ഡബ്ബിങ് പോലും ഇന്ന ആൾ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. എനിക്കെൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അവരിപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട നടൻ പറഞ്ഞിട്ടുണ്ട് അവർ വേണ്ട മറ്റേ ആളെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തിപരമായ പ്രശ്നമാണ്. അവരുടെ ഇഷ്ടമാണ്. അവർ നമ്മളോടുള്ള ശത്രുത കൊണ്ട് പറയുന്നതൊന്നുമല്ല. പക്ഷേ എന്താണ് ഇപ്പം നിങ്ങളെല്ലാം പറയുന്ന ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? അത് സിനിമാക്കാരുണ്ടാക്കിയതല്ല, നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഒരു നടനോ ഒരു നടിയോ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കൂട്ടമായിട്ട് ക്യാമറ എടുത്ത് പിന്നാലെ ഓടുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? വ്യക്തി ആരാധനയുണ്ട്, ഫാൻസ് എല്ലാവരുമാണ് ഇതിൻ്റെ പ്രധാന. അസോസിയേഷൻ മലയാള സിനിമയെ ഗുണമായിട്ടാണോ ദോഷമായിട്ടാണോ ബാധിക്കുന്നത്? ഇന്ന് ഈ ചീത്ത വിളിക്കുന്നതിൻ്റെ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ്. അവരാണ് ഒരു വിഗ്രഹാരാധന പോലെ കൊണ്ട് നടന്നിട്ട് പിന്നീട് ഈ സിനിമയെ മുഴുവൻ ചീത്ത വിളിക്കുന്നതും ഇവരൊക്കെ തന്നെയാണ്. ഒരു നടൻ്റെ ഇന്നിപ്പോൾ എല്ലാവർക്കും ഫാൻസ് ഉണ്ട്. ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുകയല്ല. അത് ആണുങ്ങളുടെ ഫാൻസാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കയറുന്നത്, അല്ലേ? പാലഭിഷേകം തമിഴ്നാടിൻ്റെ കൾച്ചർ നമ്മൾ കേരളം പിന്നെ അത്രയും മോശമായിട്ടില്ല എന്നൊരു ചെറിയ സമാധാനമുണ്ട്. പക്ഷേ ആദ്യത്തെ ദിവസം ഒരു സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനും പറ്റില്ല, ഒന്നും കേൾക്കാനും പറ്റില്ല. അത്രയ്ക്ക് ബഹളമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ പിന്നെ പേരും കൂടി ചാർത്തി കൊടുത്തിട്ടുണ്ട്, അല്ലേ? കിരീടം, ഓരോരുത്തർക്കും ഓരോ കിരീടം എല്ലാം ചാർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതേ ആളുകൾ തന്നെ അവരെ ചീത്ത വിളിക്കുന്നു. ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് അവാർഡ് ഉണ്ടെങ്കിൽ മറ്റേ ആൾക്ക് കൂടെ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക അവാർഡിൻ്റെ പേരുണ്ടാക്കും. അത് പിന്നെ അതുപോലെ യുവ എന്നുള്ളതും അങ്ങനെ ഇങ്ങനെ, പിന്നെ ഈ പറയുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല ഇതാരുണ്ടാക്കുന്നതാണ്, ചാനലുകൾ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ചാനലുകൾ തന്നെ ഇവരെ തലയുടെ മുകളിലെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇതേ ചാനലുകൾ അവരെക്കുറിച്ച് ഓടി നടക്കുക. നിങ്ങൾക്കറിയോ, ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പോയി ഓരോ നടന്മാർ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും, എന്താണിത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ലക്ഷ്യം തന്നെ വഴിതെറ്റിപ്പോയി. ഈ ഹേമ കമ്മിറ്റി പോലും അവിടെ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി സംഘടന എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. എന്നാൽ അമ്മ അസോസിയേഷനിൽ 8 ലക്ഷം രൂപ വരെയാണ് അവർക്ക് പിന്നെ ഇത് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അത് ഞാൻ വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ അവിടെ മെമ്പറല്ല. കുറവുകളുണ്ട് സംഘടനയിൽ തീർച്ചയായിട്ടും. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഇപ്പോൾ പറയുന്ന മാതിരി അതിജീവിതയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ സ്ത്രീകളെല്ലാവരും മൗനം പാലിച്ചു. ആ മൗനത്തിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ളൊരു ഭയം അതിൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്കുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അപ്പോൾ അവിടെ ഒരു പുരുഷ മേൽക്കോയ്മ ഉള്ളത് കൊണ്ടല്ലേ സ്ത്രീകൾക്ക് ഭയം വരുന്നത്? തീർച്ചയായിട്ടും. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു പുരുഷ മേൽക്കോയ്മ എല്ലാ സംഘടനയിലുണ്ട്. എവിടെയാണ് ഇല്ലാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലയാള സിനിമയിൽ ഏത് സംഘടനയിലാണ് സ്ത്രീ ഉന്നത സ്ഥാനത്തിരിക്കുന്നത്? ഒരു സംഘടനയിലും ഇല്ല.